12 വർഷങ്ങൾക്ക് ശേഷം ദശരഥൻ തന്റെ രാജ്യസഭ വിളിച്ചുകൂട്ടി. ദശരഥനെ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു. അടുത്ത രാജാവായി തന്റെ മൂത്തപുത്രനായ ശ്രീരാമനെ രാജാവാക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. തന്റെ തീരുമാനം കുലഗുരുവായ വസിഷ്ഠമഹർഷിയെ അറിയിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പട്ടാഭിഷേകത്തിന് ഉത്തമമായ മുഹൂർത്തം തൊട്ടടുത്ത ദിവസം ഉണ്ടെന്നും അതുകഴിഞ്ഞാൽ ഇത്രയും നല്ല മുഹൂർത്തം ലഭിക്കുകയില്ലെന്നും മഹർഷി അറിയിച്ചു. ഉടനെ പട്ടാഭിഷേകം നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാൻ പറഞ്ഞു. ഈ അവസരത്തിൽ സ്വർഗലോകത്ത് ദേവന്മാർ ശ്രീരാമന്റെ പട്ടാഭിഷേകം തടയുവാൻ തീരുമാനിക്കുന്നു. ശ്രീരാമന്റെ അവതാരോദ്ദേശ്യം തന്നെ രാവണൻ തുടങ്ങിയ അസുരന്മാരെ വധിക്കുന്നതാണ്. അതിനു വേണ്ടിയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകണമെങ്കിൽ ശ്രീരാമൻ ഇപ്പോൾ യുവരാജാവാകാൻ പാടില്ല. ഒടുവിൽ ദേവന്മാർ ഒരു ഉപായം കണ്ടെത്തി. അതനുസരിച്ച് സരസ്വതി ദേവി ഏഷ്ണിക്കാരിയായ മന്ദരയുടെ നാവിൽ പ്രവേശിക്കുകയും മന്ദര കൈകേയിയെ സമീപിച്ച് കൈകേയിയുടെ സന്തോഷം കണ്ട് മന്ദര പറഞ്ഞു, രാജ്യം ഭരിക്കാൻ പോകുന്നത് നിന്റെ മകൻ ഭരതനല്ല, രാമനാണ്. രാമനും എന്റെ മകനല്ലേ? അവനും എന്നെ സ്വന്തം അമ്മയായല്ലേ കരുതുന്നത്? കൈകേയി, വളർത്തിയ സ്നേഹം നിന്റെ കണ്ണുകളെ അന്ധമാക്കുന്നു. രാമന് മാത്രമാണോ പട്ടാഭിഷേകം നടത്തേണ്ടത്? ഭരതന് പട്ടാഭിഷേകം നടത്താമായിരുന്നില്ലേ? രാമൻ രാജാവായ നിന്റെ മകൻ ഭരതനെ കൊല്ലും. മതി, നിർത്ത്. എന്റെ രാമനെ പറ്റി എനിക്ക് നന്നായി അറിയാം. രാമൻ മന്നനായാൽ അവന്റെ അമ്മ കൗസല്യ റാണിയാകും. നീ അവളുടെ മുൻപിൽ ജോലി എടുക്കേണ്ടി വരും. അത് നിനക്ക് സമ്മതമാണോ? അതാണോ നിന്റെ അഭിപ്രായം? നീ പറയുന്നതും ശരിയാണെന്ന് തോന്നുന്നു. കൈകേയി, നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. നിന്റെ വയറ്റിൽ ജനിച്ചവൻ മാത്രമേ നിന്റെ സ്വന്തം ഉള്ളൂ. എന്നാൽ രാജാവ് തീരുമാനിച്ചു കഴിഞ്ഞു, ജനങ്ങളും സമ്മതിച്ചു കഴിഞ്ഞു. നാളെയാണ് പട്ടാഭിഷേകം. ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും? കൈകേയി, മറന്നുപോയോ ദശരഥ മന്നൻ നിനക്ക് തന്ന 2 വരങ്ങൾ? അതെ, ആ വരങ്ങൾ ഉപയോഗിക്കാൻ ഇതാണ് ശരിയായ സമയം. കൈകേയി ഭക്ഷണം ഒന്നും കഴിക്കാതെ കരഞ്ഞിരിക്കുകയാണ് എന്ന് കേട്ട് ദശരഥൻ കൈകേയിയെ കാണുവാൻ അറയിൽ എത്തി കാര്യം തിരക്കി. അങ്ങേക്ക് ഓർമ്മയുണ്ടോ, പണ്ട് ദേവാസുരയുദ്ധവേളയിൽ ഞാൻ അങ്ങയെ ജീവൻ കളഞ്ഞും രക്ഷിച്ചത്? അപ്പോൾ അവിടുന്ന് എനിക്ക് പകരമായി 2 വരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ആ വരങ്ങൾ ഇപ്പോൾ എനിക്ക് വേണം. ശരി, അതിനായിരുന്നോ ഇങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെ വിഷമിച്ചിരുന്നത്? എങ്കിൽ പറയൂ, എന്താണ് എന്റെ പ്രിയ പത്നിക്ക് വേണ്ടത്? അതിലൊന്ന്, രാമന് പകരം എന്റെ മകൻ ഭരതന്റെ പട്ടാഭിഷേകം നടക്കണം, അവനെ രാജാവാക്കണം. മറ്റൊന്ന്, രാമൻ 14 വർഷത്തെ വനവാസത്തിനായി പോകണം. ഇത് കേട്ട് ആകെ തകർന്നു പോയ ദശരഥൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കൈകേയി തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ആ രാത്രി ദശരഥൻ രാജാവിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് പുലർച്ചെ തളർന്നു കിടക്കുന്ന ദശരഥന്റെ അവസ്ഥയ്ക്ക് കാരണം മനസ്സിലാക്കിയ രാമൻ സന്തോഷപൂർവ്വം വനത്തിൽ പോകാൻ തയ്യാറായി. നഗരത്തെക്കാളും സുഖകരമായ അന്തരീക്ഷം വനത്തിലാണെന്നും പറഞ്ഞു രാജാവിനെ സാന്ത്വനിപ്പിക്കുവാനും ശ്രമിച്ചു. അങ്ങനെ രാജാവ് ആകേണ്ട രാമൻ എല്ലാം വെടിഞ്ഞ് വനത്തിലേക്ക് യാത്രയാകുന്നു. ശ്രീരാമനൊപ്പം സീതയും വനത്തിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ ലക്ഷ്മണനും വനത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ അത്യധികം ഹൃദയവേദനയോടുകൂടി രാജാവിന് അവരോട് വിട പറയേണ്ടി വന്നു. രാമവിരഹം പിതാവിന് താങ്ങാനായില്ല. പണ്ട് ഞാൻ ഒരു തെറ്റ് ചെയ്തിരുന്നു. അതിന്റെ ശാപമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഞാൻ അറിയാതെ മാനാണെന്ന് കരുതി ഒരു താപസ്പുത്രനെ അമ്പെയ്തു കൊന്നിരുന്നു. പകരമായി പുത്രദുഃഖത്താൽ തന്നെ എന്റെ ജീവിതവും അവസാനിക്കും എന്ന ശാപമേറ്റ് വാങ്ങിയിരുന്നു. ദശരഥൻ അതുപോലെ തന്നെ രാമനെയോർത്ത് ശരീരം വെടിഞ്ഞു. അയോധ്യ മൊത്തം ദുഃഖത്തിൽ ആണ്ടു. ഇതൊന്നും അറിയാതെ രാമൻ തന്റെ പിതാവ് കൊടുത്ത വാക്കിനു വേണ്ടി കാട്ടിലൂടെ എങ്ങോട്ടെന്നില്ലാതെ യാത്രയായി. കർമ്മങ്ങൾ ചെയ്യുവാൻ രാമലക്ഷ്മണന്മാരില്ല. മാതുലഗൃഹത്തിൽ പോയിരുന്ന ഭരത്-ശത്രുഘ്നന്മാരെ തിരികെ വിളിച്ചു. സംഭവിച്ചതെല്ലാം അറിഞ്ഞ് ഭരതൻ അത്യന്തം രോഷാകുലനായി കൈകേയിയെ ചെന്ന് കണ്ടു. ഭരതാ, നീ വന്നോ? അയോധ്യ സിംഹാസനം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്റെ അച്ഛന്റെ പിരിവെന്നെ തളർത്തിയെങ്കിലും എന്റെ മകൻ മന്നനാകാൻ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. അമ്മയുടെ സ്വപ്നം ഒരിക്കലും സഫലീകരിക്കില്ലമ്മേ. അമ്മയെന്ന് പറയാൻ എനിക്ക് ലജ്ജയാവുന്നു. പെറ്റ അമ്മയായി കരുതിയ രാമനെ വനവാസത്തിന് അയച്ച് ആ ദുഃഖത്തിൽ എന്റെ അച്ഛനെയും കൊന്നില്ലേ?
രാക്ഷസ വംശം പോലും ചെയ്യാത്ത കാര്യം മനുഷ്യകുലത്തിൽ പിറന്ന നീ എങ്ങനെ ചെയ്തമ്മേ? ഇതെങ്ങനെ സാധിച്ചു? എന്നാൽ വസിഷ്ഠ മഹർഷി ഭരതനെ സമാധാനിപ്പിച്ച് ദശരഥന്റെ അന്ത്യകർമ്മങ്ങൾ ഭരതനെ കൊണ്ട് ചെയ്യിച്ചു. ശ്രീരാമനെ തിരിച്ചുകൊണ്ടുവന്ന് രാജ്യത്തിന്റെ അധിപതിയാക്കാൻ ഭരതൻ തീരുമാനിച്ചു. കാട്ടിൽ അവർ നടന്ന് പഞ്ചവടിയിൽ എത്തി. അങ്ങനെ അവർ അവിടെ ഒരു പർണശാല കെട്ടുവാൻ തീരുമാനിച്ചു.